നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണാം ആദ്യം തന്നെ. ഇത് 3 കപ്പ് ബസ്മതി അരി കഴുകി വറുത്ത് വെച്ചേക്കുന്നതാണ്. ഞങ്ങൾ 3 കപ്പ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കുക്കറിൻ്റെ വലുപ്പം വെച്ച് 3 കപ്പോളം ഞങ്ങളുടെ കുക്കറിൽ പോകും. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം ഇട്ട് ഒരു 1.5 കിലോ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊണ്ടുവന്നത് ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3-4 മണിക്കൂർ മാരിനേഷന് വെച്ചാൽ അത്ര നന്നായിരിക്കും. പിന്നെ സാധാരണ നമ്മൾ കറികളിലേക്ക് ഉപയോഗിക്കുന്ന പച്ചമുളക്, 2 വലിയ വെളുത്തുള്ളി, വലിയ ഫുള്ള് വെളുത്തുള്ളി 2 എണ്ണം, ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഇവിടെ 3 വലിയ സവാള ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ചെറിയ തക്കാളി അരിഞ്ഞത്. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള പൊടികൾ നോക്കിയാലോ. ഇത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, ഇത് ഗരം മസാല 1 സ്പൂൺ, ചിക്കൻ മസാല ഏതെങ്കിലും ചിക്കൻ മസാല എടുക്കാൻ ഞങ്ങളുടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഉപയോഗിക്കുന്നത്, അത് 1 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആയാലും പൊടികൾ റെഡി. മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. കുറച്ച് കിസ്മിസ്, ഗ്രാമ്പു, ഏലക്കായ, പട്ട. ഇനി വേണ്ടത് നമുക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ളൊരു സവാളയാണ്. അത് ഞങ്ങളിതാ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവസാനം ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയിലയും കൂടി ആയി കഴിഞ്ഞാൽ സാധനങ്ങൾ റെഡി. ഇവിടെ ഞങ്ങൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. 3 കപ്പ് അരിക്ക് വേണ്ടി. കുക്കർ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കണം. നെയ്യും ഓയിലും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഒന്ന് വെളുത്തുള്ളി വീർന്നതിന് ശേഷം മറ്റു സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞ കിസ്മിസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് അവസാനം ഗാർണിഷ് ചെയ്യുമ്പോൾ ചേർക്കേണ്ട കാര്യമുള്ള നമുക്ക്. ഇനി വറക്കാനുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാളയും വറുത്ത് കിസ്മിസിൻ്റെ കൂടെ മാറ്റി വയ്ക്കണം. ഇനി മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളകും ചേർത്ത് നമുക്ക് വഴറ്റും. ഇപ്പൊ തന്നെ നീലെല്ലാം മുരിയുന്നതിൻ്റെ നല്ലൊരു മണമുണ്ട് ഇവിടെ. നമ്മുടെ എല്ലാ പണികളും നടക്കുന്ന കുക്കറിലാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും പട്ട, ഗ്രാമ്പു, കരയാമ്പു ഒക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഇതും ചേർത്ത് മൂപ്പിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം മുരിഞ്ഞൊന്നും വരണ്ട. കാരണം നമ്മൾ ഇത് കുക്കറിൽ ഒരു വിസൽ അടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വാടി ഒന്ന് വെന്ത് വന്നാൽ മതി. ഇപ്പൊ നമുക്ക് പൊടികൾ ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക്, ചിക്കൻ മസാല, മല്ലിപ്പൊടി, അവസാനം ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. കുക്കർ ബിരിയാണി നമുക്ക് വെച്ച് തരുന്നത് അനുചേച്ചിയാണ്. അനുചേച്ചി ഒത്തിരി വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായി. അതാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് റെസിപ്പി. പിന്നെ അനുചേച്ചി പറയുന്നത് ഇത് ഈസിയാണ്, മറ്റ് ബിരിയാണിയേക്കാളും ഇത് വളരെ ഈസിയാണ്. എല്ലാം ചേർക്കാം, ഇളക്കാം. അരിയും വെള്ളവും ചിക്കനും ചേർത്ത് വിസലടിച്ച് കഴിഞ്ഞാൽ സാധനം റെഡി. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി
യോജിച്ചു കൊടുക്കാം. കുക്കർ ബിരിയാണിക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് സാധാ ബിരിയാണി വെക്കുമ്പോൾ തന്നെയാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. പക്ഷെ ഇവിടെ നമ്മൾ ഈ 3 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കും. ഈ പൊടിയൊക്കെ നമ്മൾ ഒന്ന് മുരിഞ്ഞ് നിന്ന് വരാനായിട്ട്. ബാക്കി 2 ഗ്ലാസ് ചിക്കന് മരിയാക്കി ഇട്ടതിന് ശേഷം വരട്ടി ഒഴിച്ചത്. മസാല ബിരിയാണി അരിയിൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇട്ടാൽ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ കൂടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഗ്രേവിയിലേക്ക് വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. അതും നമ്മൾ ഈ ഒഴിക്കുന്ന 1 കപ്പ് വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്ന 1 കപ്പ് വെള്ളത്തിൽ ചേർത്ത് ഗ്രേവിയിലേക്ക് ചേർക്കാം. ഗ്രേവിയൊക്കെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർക്കാം നമുക്ക്. 1.5 കിലോ ചിക്കൻ നമ്മൾ വലിയ പീസുകളാക്കി ആണ് ഇവിടെ മുറിച്ച് മേടിച്ചിരിക്കുന്നത്. ഇതൊരു 4 മണിക്കൂർ നമ്മുടെ ചെറിയ മസാലയിൽ മാരിനേഷൻ കഴിയുന്നതാണ് നമുക്ക് ചേർത്ത് കൊടുക്കും. നമ്മളിനി ചിക്കൻ വെച്ചതിന് ശേഷം വിസൽ അടയ്ക്കാതെ, കുക്കർ അടയ്ക്കാതെ ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് നമ്മളിപ്പോൾ തുറന്നു. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരി വെള്ളത്തിൽ ചേർക്കാം. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള കുക്കറിൻ്റെ അളവനുസരിച്ച് വേണം അരിയും ചിക്കനും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മളിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറിലേക്കാണ് ഇത്രയും അരിയും ചിക്കനും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഏകദേശം അടച്ച് വേവിക്കാറായിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കൽ കഴിഞ്ഞു. ഇത് നമ്മൾ ഈ അരിനെ നമ്മളിനി ഇളക്കി യോജിപ്പിക്കലൊന്നുമില്ല. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തതിന് ശേഷം എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കിസ്മിസും ഉള്ളിയും പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കുക്കർ അടയ്ക്കാം. നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വിസൽ വെച്ച് അടച്ച് ചെറിയ തീയിൽ ഒറ്റ വിസൽ കേട്ടോ. ബിരിയാണി സൈഡിലാവുന്നതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് പപ്പടം വറക്കാണ്. അതിന് നല്ല കോമ്പിനേഷനാണ്. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ കുശാലാണ്. നമ്മുടെ കുക്കർ വിസിലടിക്കാൻ റെഡി ആയി. ഒറ്റ വിസിൽ കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നീട് അതിൻ്റെ എയർ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം വേണം കുക്കർ തുറക്കാൻ.